താംബൂലസുന്ദരമുഖം മധുരം ബ്രുവന്തം ബിംബാധരം സ്മിതയുതം ധൃതകുന്ദദന്തം ലീലാളവാവൃതകപോല മനോഹരാഹം വന്ദേ ചലൽ കനകകുണ്ടല മണ്ഡനാർഹ. ശ്രീഹരേ നമ. കണ്ട നമുക്ക് അങ്ങനെ ഈ ബഹുളാക്ഷം ചോദിച്ചുകൊണ്ടേയിരിക്കണു, നാരദർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നമ്മളും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, നമ്മളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത്ര തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അദ്ദേഹം ചോദിക്കുന്നത്, മഹർഷിയെ, ഇതുപോലെ ചക്രവർത്തിയായ ഉഗ്രസേനൻ ശ്രീകൃഷ്ണ സഹായത്തോടെ രാജസൂയം എങ്ങനെയാണ് കഴിച്ചത് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഒരു നാൾ സുധർമ്മയിലെ യദുസഭയിൽ ഉഗ്രസേനൻ കൃഷ്ണനെ വണങ്ങി തൊഴുകയ്യോടെ പറഞ്ഞു, അരേ മുത്തശ്ശൻ, രാജസൂയത്തിന്റെ ഫലം നാരദ മഹർഷിയിൽ നിന്ന് ഞാൻ അറിഞ്ഞു. അങ്ങയുടെ സഹായത്തോടെ ആ മഹത്തായ യജ്ഞം കഴിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭഗവത് ഭക്തന്മാർക്ക് എന്ത് കാര്യവും പ്രയാസം കൂടാതെ നിർവഹിക്കാവുന്നതാണ്. പൂർവികർ അതെല്ലാം സാധിച്ചവരുമാണ്. രാജാവിന്റെ എങ്കിലും ധരിച്ച് ഭഗവാൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരിയാണ്. രാജസൂയം കൊണ്ട് അങ്ങയുടെ കീർത്തി ത്രിലോകങ്ങളിൽ വ്യാപിക്കുന്നതാണ്. യാദവന്മാരെ സഭയിൽ വരുത്തി താമ്പൂല വേടിക കൊടുത്ത് വിധി പോലെ പ്രതിജ്ഞ ചെയ്യിച്ചാലും മുത്തശ്ശ, എൻ്റെ അംശജന്മാരായ യാദവന്മാർ ഇഹവും പരവും ജയിക്കാൻ പ്രാപ്തിയുള്ളവരാണ്. അവർ ശത്രുക്കളെ ജയിച്ച് കപ്പം വാങ്ങി വരും. യദുവൃഷ്ണി അന്ധകന്മാരെ വിളിച്ചു വരുത്തി ഇന്ദ്രന്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് താമ്പൂല വേടിക കയ്യിൽ വെച്ച് ഉഗ്രസേനൻ പറഞ്ഞു, ആരാണോ ജംബുദ്വീപിലുള്ള എല്ലാ രാജാക്കന്മാരെയും ജയിച്ച് കപ്പം വാങ്ങി വരാൻ തയ്യാറുള്ളത്, അവൻ ഈ താമ്പൂല വേടിക എന്നിൽ നിന്നും സ്വീകരിക്കാവുന്നതാണ്. ഇത് കേട്ട് എല്ലാവരും മൗനത്തോടെ തമ്മിൽ നോക്കി. താമ്പൂലം സ്വീകരിക്കാൻ ആരും മുമ്പോട്ട് വരാതെ മൗനം അവലംബിച്ചിരിക്കുന്നത് ഒരാൾ കണ്ടു. ആരാത്? നമ്മുടെ ഭഗവാന്റെ മകനായ പ്രദ്യുമ്നൻ തന്നെയാണ്. അദ്ദേഹം മുമ്പോട്ട് ചെന്ന് രാജാവിനെ വണങ്ങി വേടിക കയ്യിൽ വാങ്ങിക്കൊണ്ട് പറഞ്ഞു, ജംബുദ്വീപത്തിലെ സകല ഭൂപാലന്മാരെയും ജയിച്ചു ഞാൻ കപ്പം വാങ്ങി വരാമെന്ന് ഇതാ ശപഥം ചെയ്യുന്നു. അങ്ങനെ ഞാൻ ചെയ്യാത്ത പക്ഷം ബ്രഹ്മഹത്യ, ഗുരുഹത്യ, ഭ്രൂണഹത്യാദി മഹാപാപങ്ങൾ എന്നെ ബാധിച്ചു കൊള്ളട്ടെ. പ്രദ്യുമ്നന്റെ പ്രതിജ്ഞ കേട്ട് ഹർഷഭരിതരായ സഭാവാസികൾ ബലേഭേഷ്, നല്ലത് നല്ലത് എന്നാർത്ത് വിളിച്ചു. എല്ലാവരും കാണെ പ്രദ്യുമ്നൻ ആശി വേടിക പൊക്കിപ്പിടിച്ചു. ശ്രീ ഗർഗാചാര്യനിൽ നിന്നും ശുഭമുഹൂർത്തം കേട്ട് വേദസൂക്തങ്ങൾ ചൊല്ലിക്കൊണ്ട് മുനിമാർ പ്രദ്യുമ്നനെ സ്നാനം ചെയ്യിച്ചു. ഇതിനൊക്കെ വേണമായിരിക്കും. ഉഗ്രസേനൻ പ്രദ്യുമ്നനെ തിലകം തൊടുവിച്ചു. ഉഗ്രസേനൻ ദിവ്യമായ ഒരു ഖഡ്ഗം നൽകി. ബലവാനായ ബലരാമനൊരു കവചം അണിയിച്ചു. ശ്രീഹരി സ്വന്തം തൂണീരത്തിൽ നിന്ന് 2 അക്ഷയ സായകങ്ങളും ശാർഗധനുസ്സും കൊടുത്തു. വൃദ്ധനായ ശൂരസേനൻ കിരീട കുണ്ടലാദികളും പീതാംബരവും ഛത്രചാമരാദികളും കൊടുത്തു. വസുദേവൻ ശതചന്ദ്രമെന്ന അസ്ത്രവും ഉദ്ധവൻ പൂമാലയും കൊടുത്തു. അക്രൂരൻ വിജയദായിനിയ ദക്ഷിണാവർത്തമെന്ന ശംഖവും കൊടുത്തു. ഗർഗാചാര്യൻ കൊടുത്തു ശ്രീകൃഷ്ണ കവച യന്ത്രം കൊടുത്തു. പോരെ, പിന്നെന്ത് വേണ്ടത്? കവചം കിട്ടിയ പിന്നെ. അപ്പോഴേക്കും ദേവന്മാരാൽ അനുഗതനായി ഇന്ദ്രനും ലോകപാലകന്മാരും ശിവനും ബ്രഹ്മാവും അവിടെ വന്നു. പരമേശ്വരൻ പ്രദ്യുമ്നന് ത്രിശൂലവും ബ്രഹ്മാവ് പത്മരാഗം എന്ന ശിരോമണിയും കൊടുത്തു. വരുണൻ പാശം കൊടുത്തു. യമൻ ദണ്ഡു കൊടുത്തു. സുബ്രഹ്മണ്യൻ ശക്തി കൊടുത്തു. വായു വിശറിയും സൂര്യൻ ഗതയും. വേണ്ട. കുബേരൻ രത്നമാല കൊടുത്തു. ചന്ദ്രൻ ചന്ദ്രകാന്തമണി കൊടുത്തു. അഗ്നി ഒരു പരിഘമാണ് കൊടുത്തത്. മരുൾഗണങ്ങൾ എന്താ കൊടുത്തേ? ദിവ്യാസ്ത്രങ്ങളും വേറെ 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 കൊടുത്തു. ഉയരമുള്ള ധ്വജത്തോടു കൂടിയതും ചിത്രാങ്കിതമായ പതാകയുള്ളതും കിങ്കിണികൾ കെട്ടിയതും വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ടതും രത്നമയവുമായ ദിവ്യരഥവും മനോവേഗത്തോടുകൂടിയ രഥാശ്വങ്ങളും ഇന്ദ്രൻ പ്രദ്യുമ്നന് നൽകി. ശംഖ്, ദുന്ദുഭി, താലം, വീണ, മൃദംഗം മുതലായ വാദ്യങ്ങളുടെ ശബ്ദങ്ങൾക്കൊപ്പം ജയധ്വനി മുഴങ്ങി. ബ്രാഹ്മണർ വേദം ഘോഷിച്ചു. ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. പോരെ. പ്രദ്യുമ്നൻ ശ്രീകൃഷ്ണനെയും ഉഗ്രസേനൻ ബലരാമൻ ഗർഗാചാര്യൻ മുതലായ ഗുരുജനങ്ങളെയും ആചാര്യന്മാരെയും നമസ്കരിച്ച് അനുജ്ഞ വാങ്ങിക്കൊണ്ട് കുശസ്ഥലിയിൽ നിന്നും യാത്ര തിരിച്ചു. അദ്ദേഹം പോവുകയാണ്. അതിസുന്ദരനായ പ്രദ്യുമ്നൻ കാമദേവന്റെ പുനർജന്മല്ലേ.
ഉദ്ധവാദികളായ യാദവ പ്രമുഖന്മാരും ഭോജ വൃഷ്ണി അന്ധക മധു ശൂരസേന ദാശാർഹന്മാരും ഗദൻ മുതലായ സഹോദരന്മാരും കിരീട കുണ്ടലങ്ങളും അസ്ത്രശസ്ത്രങ്ങളും അണിഞ്ഞ ചതുരംഗപ്പടയോടുകൂടി ഭഗവാന്റെ അനുജ്ഞയാൽ പ്രദ്യുമ്നനെ അനുഗമിച്ചു. ഭഗവാൻ പറഞ്ഞു, അവനൊറ്റക്ക് വിടേണ്ട, എല്ലാവരും കൂടെ പോകണം. അങ്ങനെ എല്ലാവരും കൂടെ പോയി. മയില്, അരി എന്ന ഗരുഡൻ മുതലായ പക്ഷികളുടെ ചിഹ്നങ്ങളോട് കൂടിയ ധ്വജങ്ങൾ സ്ഥാപിച്ച രഥങ്ങളിൽ വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിരകളെ പൊട്ടി തോരണാദികളാൽ അലങ്കരിച്ച് യാദവസേന ദിഗ്ജയാർത്ഥം യാത്രയായി. ഒരാളൊറ്റക്കല്ല, രഥത്തോടെ പോവുകയാണ്. ആ വീരയോദ്ധാക്കൾ ചാമരങ്ങൾ വീശിച്ചുകൊണ്ട് സുവർണമയമായ രഥങ്ങളിൽ ദേവന്മാരെ പോലെ വിളങ്ങി. മതം പൊട്ടി ഒലിച്ചുകൊണ്ടും ചുക്കന്ന പട്ട് പുറത്തിട്ട് ദിഗ്ഗജങ്ങളെ പോലെയുള്ള ആനകൾ സൈന്യത്തിൽ ഉയർന്നു കാണപ്പെട്ടു. ചിലവ വിന്ധ്യാചലത്തിലുള്ളവയും മറ്റു ചിലവ കാശ്മീരത്തിലുള്ളവയും ഇനിയും ചിലത് ഹിമാലയത്തിലും കൈലാസവനത്തിലുള്ളവയും ആയിരുന്നു. ആര്? ഈ ആനകൾ. അത്ര ഗംഭീരന്മാര്. ഐരാവത കുലോത്ഭവന്മാരായ 4 കൊമ്പനാനകളും 3 തുമ്പിക്കൈയുള്ളവകളും ഭൂമിയിലും ആകാശത്തിലും ഒരുപോലെ ചരിക്കാൻ കഴിയുന്നവയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ധ്വജം വഹിച്ച 1 കോടി ഗജങ്ങളും ദുന്ദുഭി വഹിച്ചുകൊണ്ട് മറ്റൊരു കോടിയും മേഘങ്ങൾ പോലെ ഗർജിച്ചുകൊണ്ട് സേനാസമുദ്രത്തിലെ തിമിംഗലങ്ങൾ പോലെ ആ മത്തഗജങ്ങൾ ശോഭിച്ചു. തുമ്പിക്കൈയിൽ കല്ലുകൾ പെറുക്കിയെടുത്ത് സൂര്യമണ്ഡലത്തിലേക്ക് എറിഞ്ഞുകൊണ്ടും മതജലത്താൽ നനഞ്ഞ മണ്ണ് കുത്തി ഇളക്കിയും പർവ്വതാദികൾ തട്ടി നിരത്തിയും കൊണ്ടു കോലാഹലം. ശത്രുസംഹാരം ചെയ്യുകയാണോ എന്ന് തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് അവ മുന്നോട്ട് നീങ്ങി. കുതിരകളും പലവിധമുണ്ടായിരുന്നു. മത്സ്യദേശം, ഉഷീനരം, കോസലം എന്നീ രാജ്യങ്ങളിൽ നിന്നും വന്നവയുണ്ടായിരുന്നു അതിലെ. ഉഷീനരം, കോസലം എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്നവയുണ്ടായിരുന്നു അതിലെ. വിദർഭം, കുരുജാങ്കരം, കാംഭോജം, സുജ്ഞയം, കേകയം, അതുപോലെ കുന്തളം, ധാരാദേശം, കേരളം, അംഗം, വങ്കം, വികടദേശം. നമ്മുടെ കേരളം ഉണ്ട് കേട്ടോ, സങ്കടപ്പെടണ്ട. കലിംഗം, കൊങ്കണം, കുടക്, കർണാടകം, ഗുജ്ജരം, സൗവീരം, സിന്ധുദേശം, പാഞ്ചാലം, കച്ഛദേശം, ആനർത്തം, ഗാന്ധാരം, മാളവം, മഹാരാഷ്ട്രം, തെലുഗുദേശം. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ എന്താ പറയാ. ഭാരതത്തിലെ നാനാദേശങ്ങളിൽ നിന്നും വന്ന കുതിരകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ പന്തിയിൽ തന്നെയുള്ള ഭഗവാന്റെ പന്തിയിൽ തന്നെ പല ജാതിയിലുള്ള കുതിരകൾ ഉണ്ടായിരുന്നു. 1-2 ജാതി കുതിരകളല്ല, കുറേ തരത്തിലുള്ളവ. പശുക്കൂട്ടത്തിൽ പല തരത്തിലുള്ള പശുക്കൾ ഉണ്ടാവുമല്ലോ, അതുമാതിരി എല്ലാവരും ഒന്നിച്ചു പോയി. ശ്വേതദ്വീപം, വൈകുണ്ഠലോകം, രമാവൈകുണ്ഠം എന്നീ സ്ഥലങ്ങളിൽ നിന്ന് വന്നവയെ പ്രദ്യുമ്ന സേനയിലുണ്ടായിരുന്നു. എന്താ സൈന്യം തന്നെ പോന്നത്. ഇത് സൈന്യം സ്വർണമാലകളും മുത്തമാലകളും ഇട്ടുവെച്ച് ചമരാദികൾ കൊണ്ട് അലങ്കരിച്ച് വിചിത്ര വേഷങ്ങൾ ധരിപ്പിച്ച കുതിരകൾ യാദവ സൈന്യത്തിനിടയിൽ നടന്നു നീങ്ങി. വായുവേഗവും മനോവേഗവും ഉള്ളവയും വെള്ളത്തിലും കയറിന്മേൽ കൂടെയും ഓടാൻ കഴിവുള്ളവയും നിലം തൊടാതെ പോകുന്നവയും ചിറകുള്ളവയും വിചിത്രങ്ങളായ പല വർണ്ണങ്ങളിലും വലിപ്പത്തിലുമുള്ള കുതിരകളും ഉണ്ടായിരുന്നു. കറുത്ത ചെവികളും ചാമരം പോലെ വെളുത്ത വാലും ഉള്ളവയും ഉച്ചൈശ്രവസിന്റെ കുലത്തിൽ ജനിച്ചവയും അക്കൂട്ടത്തിൽ കാണാമായിരുന്നു. പത്മരാഗപ്രഭയുള്ളവയും സർവലക്ഷങ്ങളും ഒത്തവയുമായ കോടിക്കണക്കിന് കുതിരകളെ വില്ല്, വാള്, ത്രിശൂലം, ഗദ, പരിഖം, മുസലം, ശതഘ്നി, പാശം, ശക്തി മുതലായ വിവിധങ്ങളായ ആയുധങ്ങൾ ധരിച്ച യുദ്ധവിശാരദന്മാരായ പടയാളികളെ നിഗമിച്ചു. പിന്നെയോ ശസ്ത്രങ്ങൾ വർഷിച്ചുകൊണ്ട് പ്രളയസമുദ്രം പോലെ ശത്രു സംഹാരത്തിന് പ്രതിജ്ഞാബദ്ധരായ യദുക്കളുടെ മഹാസൈന്യം പുറപ്പെട്ടത് സുരന്മാരും അസുരന്മാരും. എന്താ കഥ എന്നുള്ള ഭാവത്തിൽ നോക്കിക്കൊണ്ട് നിന്ന് അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവര്. ധനുർവിദ്യാ വിശാരദനായി യദുസൈന്യങ്ങളെ ചുറ്റപ്പെട്ട് നിൽക്കുന്ന പ്രദ്യുമ്നോട് രാമകൃഷ്ണന്മാർ കേൾക്കെ ഉപസനം പറഞ്ഞു. പ്രദ്യുമ്ന, ശ്രീകൃഷ്ണന്റെ കൃപയാൽ ശത്രുക്കളെ എല്ലാം ജയിച്ചു ദ്വാരകയിൽ വേഗം മടങ്ങിയെത്തുക. മത്തൻ, അതുപോലെ പ്രമത്തൻ, ഉന്മത്തൻ, നിദ്രാവശൻ, ബാലൻ, സ്ത്രീ, ശരണാഗതൻ, വാഹനം നഷ്ടപ്പെട്ടവൻ, ഭയപ്പെട്ടവൻ തുടങ്ങിയവരെ ഹനിക്കുന്നത് ഒരിക്കലും ധർമ്മമല്ല. ആർത്തത്രാണനമാണ് രാജാവിന്റെ പരമധർമ്മം. അതായത് ആശ്രയിക്കാൻ പറ്റുന്നവരെ രക്ഷിക്കുക,
അതാണ് രാജാവിന്റെ പരമധർമ്മം. ദുർമാർഗിയെയും ശത്രുവിനെയും കൊല്ലാൻ രാജാവിന് അധികാരമുണ്ട്. പുരുഷനായാലും സ്ത്രീയായാലും ക്ലീബനായാലും ഭൂതതയില്ലാത്തവനെ കൊല്ലുന്നത് രാജധർമ്മമാണ്. പ്രജാപാലനം ചെയ്യേണ്ടുന്ന രാജാവ് യുദ്ധത്തിൽ കൊല്ലുന്നത് വധമല്ലെന്ന് മനു പറയുന്നു. അത് വധമല്ല, യുദ്ധം ചെയ്യുമ്പോൾ കൊല്ലുന്നവർ വധിച്ചു എന്നതിന് പറയാൻ പറ്റൂലെന്ന്. നിർഭയനായിക്കൊണ്ട് യുദ്ധക്കളത്തിൽ പിന്തിരിയാത്തവൻ സൂര്യമണ്ഡലം ഭേദിച്ച് പരമപദം പ്രാപിക്കും. യുദ്ധത്തിൽ ഭയപ്പെട്ട് നായകനെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നവൻ മഹാരൗരവ നരകത്തിലേക്കാണ് പോകുക. രാജാവ് സൈന്യത്തെയും സൈന്യം രാജാവിനെയും പരസ്പരം രക്ഷിക്കണം. അത് ഒരാളെയല്ല, പരസ്പരം. ആപത്തിൽപ്പെട്ട സൂതനെ രഥിയും രഥിയെ സൂതനും രക്ഷിക്കേണ്ടതാണ്. യാദവന്മാരായ നിങ്ങളെ ഏവരും സമർത്ഥന്മാരാണ്. നിങ്ങൾ പ്രദ്യുമ്നനെ രക്ഷിക്കുക, പ്രദ്യുമ്നൻ നിങ്ങളെ രക്ഷിക്കും കേട്ടോ. പശുക്കള്, ബ്രാഹ്മണർ, ദേവന്മാർ, ധർമ്മം, സജ്ജനങ്ങൾ എന്നിവർ എപ്പോഴും പൂജനീയരാണ്. അവരെ പൂജിക്കുക തന്നെ വേണം. മോക്ഷകാംക്ഷികൾക്ക് പ്രത്യേകം അങ്ങനെ തന്നെ. വേദം വിഷ്ണുവാക്യമാണ്, ബ്രാഹ്മണൻ മുഖമാണ്, ഗോക്കള് ശരീരമാണ്, ദേവന്മാർ അംഗങ്ങളാണ്, സജ്ജനങ്ങള് പ്രാണനുമാണ് ഭഗവാന്റെ. ശ്രീകൃഷ്ണൻ പരിപൂർണതമനായ ഹരിയാണ്. ആ പ്രഭുവിനെ ഭക്തിയോടെ മനസ്സിൽ ഉറപ്പിച്ചാൽ വിജയം സുസാധ്യമാണ്. ഉഗ്രസേനന്റെ വാക്യം ഏറ്റവും ബഹുമാനത്തോടെ ശിരസാ വഹിച്ചു. എല്ലാവരും നമസ്കരിച്ചു തൊഴുകൈയോടെ നിന്നു. ഉഗ്രസേനൻ, ഗർഗാചാര്യൻ, ശൂരൻ, വാസുദേവൻ, രാമകൃഷ്ണൻ എന്നിവരെ പ്രദ്യുമ്നൻ വീണ്ടും 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 നമസ്കരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും മധുരാപുരിയിലേക്ക് പോവുകയും ചെയ്തു. അവർ പോയി. 4 യോജന പ്രദ്യുമ്നൻ യാദവരൊന്നിച്ച് ദിഗ്വിജയത്തിനും പോയി. 4 യോജന നീളത്തിൽ സൈന്യങ്ങളുടെ നിര നീണ്ടുപോയി. മുമ്പിലായി സേനയൊന്നിച്ച് കൃതവർമാവും അതിനു പിന്നിൽ ശക്തനായ അക്രൂരനും നടന്നു. അതിനും പിന്നിലെ പഞ്ചപ്രതിമകളോട് സമ്മാനസപ്തനായ ഉദ്ധവരുണ്ടായിരുന്നു. അതിനും പിന്നിലായി ശ്രീകൃഷ്ണപുത്രന്മാർ 18 പേരും ഉണ്ടായിരുന്നു. ഹേ രാജൻ, അക്ഷൗഹിണി സൈന്യങ്ങളോടെ മഹാരഥ്യ പ്രദ്യുമ്നൻ, ദീപ്തിമാൻ, ഭാനു എന്നിവരും, അനിരുദ്ധൻ, സാമ്പൻ, മധു, ബൃഹൽഭാനു, ചിത്രഭാനു, മൃഗൻ, അരുണൻ, പുഷ്കരൻ, വേദബാഹു, ശ്രുതദേവൻ, സുനന്ദൻ, വിചിത്രഭാനു, വിരൂപൻ, കവി, നഗ്രോധൻ ഇവരും പോരാ. അവർക്ക് പിന്നിൽ ഗദൻ മുതലായ കൃഷ്ണപ്രേരിതരായ മഹാരഥന്മാരും നടന്നു. ഭോജ, വൃഷ്ണ്യന്ധക, മധുശൂരസേന, ദാശാർഹന്മാരുടെ 56 കോടി യാദവ സൈന്യത്തെ ഹേ രാജൻ, ആർക്കാണ് എണ്ണിക്കണക്കാക്കാൻ കഴിയുക? ആർക്കാണ് എണ്ണിക്കണക്കാക്കാൻ കഴിയുക എന്ന് വെച്ചാൽ ആർക്കും കഴിയുകയില്ലെന്നർത്ഥം. ഇങ്ങനെ ആ മഹാസൈന്യത്തിന്റെ പ്രവാഹത്തിൽ പൊടിപടലം ഉയർന്നു പൊങ്ങി. ഞാണിലൂടെ ടങ്കാരവും തുന്തുഭിയുടെ മുഴക്കവും ആനകളുടെ ചീറ്റലും കുതിരകളുടെ ഹേഷണവും ആയുധങ്ങളുടെ ശബ്ദവും വീരന്മാരുടെ ആർപ്പുവിളികളും എല്ലാം ചേർന്ന് ഇടിയും മിന്നലും കൊണ്ട് മുഖരിതമായ മേഘം പോലെ ആ രംഗം ശോഭിച്ചു. ദിഗ്ഗജങ്ങളുടെ ചെവിടടഞ്ഞുപോയി. ശത്രുക്കൾ ദുർഗം വിട്ടോടാൻ തുടങ്ങി. ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ ഭൂമി തന്നെ ഞെട്ടിപ്പോയി. ഹേ രാജൻ, യജ്ഞത്തിന്റെ പേരും പറഞ്ഞ് ഭൂഭാരം തീർക്കാനായി പരമേശ്വരനെ ഹരിയുടെ വാസുദേവ, സംഘർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധന്മാരായ ചതുർవ్యూഹമായ അനന്ത ഗുണപൂവായ അവതാരത്തെ നമസ്കരിക്കുക. അതാണ് ചതുർవ్యూഹം. അപ്പോഴും അദ്ദേഹം ബഹുലാശം ചോദിക്കുകയാണ്, ഹേ മഹാത്മൻ, ഏതേത് ദേശങ്ങളെ ജയിക്കാൻ എവിടെയൊക്കെയാണ് പ്രദ്യുമ്നൻ പോയത് എന്ന് വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചാലും. നിനക്ക് ഇങ്ങനെയൊന്നും കേട്ടാൽ മതിയാവും, നിനക്ക് വിസ്തരിച്ച് തന്നെ കേൾക്കണം എന്ന് പറഞ്ഞു. നാരദ മഹർഷി തുടർന്നു. 4 യോജന വിസ്താരത്തില് ഛായ പരത്തിയ വെള്ളക്കൊടികൾക്ക് കീഴിൽ പ്രദ്യുമ്നന്റെ സേന മുന്നോട്ടു നീങ്ങി. ഇന്ദ്രദത്തമായ ദിവ്യരഥത്തിൽ സ്വസൈന്യങ്ങളോടുകൂടി മഹാദേവൻ ത്രിപുരന്മാരെ ജയിക്കാൻ പോയതുപോലെ ആദ്യം കച്ഛദേശത്തേക്ക് പോയി. നായാട്ടിനായി പുറപ്പെട്ടിരുന്ന കച്ഛദേശാധിപനായ ശുംഭനല്ല കേട്ടോ, ശുഭ്രൻ പ്രദ്യുമ്നന്റെ സേന എത്തിയ വിവരം പറഞ്ഞ് ഹാല എന്ന തന്റെ പുരിയിലേക്ക് മടങ്ങി. വഴിക്കേണ്ട മരങ്ങളെല്ലാം തട്ടി വീഴ്ത്തിക്കൊണ്ടും പൊടിപടലം പരത്തിക്കൊണ്ടും ആകാശം ഇരുട്ടാക്കിക്കൊണ്ടുവരുന്ന സേനാവ്യൂഹത്തെ കണ്ട് കച്ഛദേശവാസികൾ പേടിച്ചു വരച്ചു എന്നേ പറയണ്ടു. കച്ഛദേശാധിപതിയായ ശുഭ്രൻ സന്തോഷത്തോടെ 500 ആനകളെയും 10,000 കുതിരകളെയും പണിയിച്ചലങ്കരിച്ച് 20 ഭാരം സ്വർണത്തോടൊപ്പം പ്രദ്യുമ്നന് കാഴ്ചയായി നൽകിക്കൊണ്ട് ആദരവോട് വണങ്ങി നിന്നു. അതാ വേണ്ടത്. സന്തുഷ്ടനായ പ്രദ്യുമ്നന് രത്നമാല സമ്മാനിച്ച്
ശുഭ്രനെ കച്ഛ രാജ്യാധിപനായി അവിടെ തന്നെ വാഴിച്ചു. അവിടെ നിന്ന് രുക്മിണീനന്ദനായ പ്രദ്യുമ്നൻ പിന്നീട് പോയത് കലിംഗ ദേശത്തേക്കാണ്. കലിംഗ രാജ കീഴടങ്ങാൻ കൂട്ടാക്കാതെ തന്റെ സേനയുമൊത്ത് പ്രദ്യുമ്നുമായി യുദ്ധത്തിനൊരുങ്ങി വന്നു. കലിംഗനെതിരെ വരുന്നത് കണ്ട് അനിരുദ്ധൻ എന്ത് ചെയ്തു? ഒറ്റത്തേരോടെ യാദവസേനയുടെ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്തു. 100 മുട്ടൊഴിഞ്ഞ ശരങ്ങൾ കലിംഗന്റെ നേർക്കും 10 വീതം രഥങ്ങൾ, ഗജാശ്വങ്ങൾ എന്നിവയുടെ നേർക്കും തൊടുത്ത് ഞാനൊരു മുഴക്കി. സ്വസൈന്യങ്ങളും ശത്രു സൈന്യങ്ങളും അനിരുദ്ധന്റെ അഭ്യാസ പാടവം കൊണ്ട് ആർത്ത് വിളിച്ചു. പ്രദ്യുമ്നന്റെ സൈന്യത്തിന്റെ ഏറ്റവും മുമ്പിൽ നിന്നുകൊണ്ട് തുരുതുരേ ബാണങ്ങൾ വർഷിച്ചു. അനിരുദ്ധന്റെ ബാണാഘാതത്താൽ ഭടന്മാർ 2ആയി പിളർക്കപ്പെട്ടു. അച്ഛനെ സഹായിച്ചു പോയതാണ് അനിരുദ്ധൻ. കുതിരകളുടെ കാലൊടിഞ്ഞു, ആനകൾ തുമ്പിക്കയില്ലാത്തവയായി, രഥങ്ങൾ പൊടിപൊടിയായി, ദൂതന്മാരും രഥികളും കൊല്ലപ്പെട്ടു. കാറ്റത്ത് കടപുഴങ്ങിയ മരങ്ങൾ പോലെ അവ നിലത്ത് പതിച്ചു. ഓടുന്ന തന്റെ സൈന്യങ്ങളെ കണ്ട് കുപിതനായി കലിംഗൻ കവചമണിഞ്ഞ ഒരാനപ്പുറത്ത് കയറി വന്നു. കലിംഗൻ മഹാവൃത്തികെട്ട രാജാവാണ്, വിദ്യാസുരൻ. വലിയ ഭാരമുള്ള ഒരു ഗദ അനിരുദ്ധന്റെ നേർക്ക് വിട്ടു. ഭടന്മാർ ആനപ്പുറത്ത് നിന്നും താഴെ വെട്ടിക്കൊണ്ട് സിംഹനാദം ചെയ്തു. ഗതാഘാതത്താൽ വീണ് അല്പം കുണ്ഠിത മനസ്കനായ അനിരുദ്ധനെ കണ്ട് യാദവ സൈന്യം ക്രോധം കൊണ്ടൊന്നും വീണുപോയി ഒട്ടി. അനിരുദ്ധൻ കഴുകൻ കുരരപക്ഷി എന്ന പോലെ യാദവന്മാർ കലിംഗനാഥനെ പൊതിഞ്ഞു. വൃദ്ധനായ കലിംഗ രാജാവ് വില്ലിൽ ചെറുഞാണൽ മുഴക്കിക്കൊണ്ട് ബാണശതങ്ങളയച്ച് ശത്രു ബാണങ്ങളെ നിർവീര്യമാക്കി. ഗംഭീരനാളെ ബലദേവാനുജനായ ഗദൻ എന്ത് ചെയ്തു? ഒരു വലിയ ഗദയും എടുത്തു വന്ന് ഇടത്തെ കൈകൊണ്ട് കലിംഗന്റെ ആനയെ തല്ലിവീഴ്ത്തി. വജ്രായുധം എന്ന പർവ്വതം കണക്ക് വജ്രായുധമേറ്റ പർവ്വതം കണക്ക് ഗദന്റെ പ്രഹരമേറ്റ മത്തഗജം താഴെ പതിച്ച് ചത്തുപോയി എന്നാ പറയുന്നത്. ഭൂമിയിൽ പതിച്ച കലിംഗൻ ഗദയെടുത്ത് ഗദനെ ൂക്കോടടിച്ചു. ഗദനും കലിംഗനുമായി ഘോരമായ ഗദായുദ്ധം നടന്നു. ഗദകൾ കൂട്ടിമുട്ട ഠാം 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 തീപ്പൊരി പാറി. ഗദകൾ രണ്ടും പൊടിഞ്ഞുപോയി. ഗദൻ ലിംഗനെ പിടിച്ചു താഴെ തള്ളിയിട്ട് ഗരുഡൻ പാമ്പിനെ എന്ന വണ്ണം വലിച്ചിഴച്ചു. ഗദാപ്രഹരത്താൽ എല്ലുകൾ നുറുങ്ങി അവശനായ കലിംഗരാജാവ് തോൽവി സമ്മതിച്ചു. ഞാൻ തോറ്റുപോയി. പ്രദ്യുമ്നന്റെ പാദത്തിൽ വന്ന് വീട്ടു പറഞ്ഞു, തോറ്റുപോയി, രക്ഷിക്കണേ, ക്ഷമിക്കണേ എന്നെല്ലാം പറഞ്ഞു. ക്ഷമാപണം ചെയ്ത് കപ്പൽ നൽകിക്കൊണ്ട് കലിംഗൻ പറഞ്ഞു, നിൽക്കണായിരുന്നു, ആദ്യം തന്നെ അങ്ങ് കൊടുത്താ പോരെ. അവിടുന്ന് ദേവദേവനായ പരമേശ്വരനാണ്, അങ്ങേ ജയിക്കാൻ കഴിയാത്തതിൽ നീ കുട്ടുകുണ്ഠിതമില്ല. എന്റെ അവിവേകം പുറത്ത് മാപ്പ് തരണേന്ന്. പ്രദ്യുമ്നൻ കപ്പം സ്വീകരിച്ച് കലിംഗൻ അവിടുത്തെ അധീശനായി വാഴിക്കുകയും ചെയ്തു. പോരെ. മാളവമാക്ഷ ദേശവിജയം. അങ്ങനെ കലിംഗനെ ജയിച്ച പ്രദ്യുമ്നൻ എന്ത് ചെയ്തു? പിന്നീട് മരുഭൂമി അധികമുള്ള മാർവാട് ജലം അഗ്നിയിൽ എന്ന പോലെ പ്രവേശിച്ചു. ഗിരിദുർഗങ്ങളോടുകൂടി ആ നഗരത്തിലുള്ള ഗയൻ എന്ന ഭരണാധിപന്റെ സമീപത്തേക്ക് ഉദ്ധവനെ ദൂതനായി അയച്ചു. ബുദ്ധിസത്തമനായ ഉദ്ധവൻ ഗയന്റെ രാജസഭയിൽ ചെന്ന് പറഞ്ഞു, ഹേ മരുധന്വാധിപ, യാദവേന്ദ്രനായ ഉഗ്രസേനൻ ജംബുദ്വീപത്തിലെ രാജാക്കന്മാരെ മുഴുവൻ ജയിച്ച് രാജസൂയ നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. പരിപൂർണതവനും അസംഖ്യ ബ്രഹ്മാണ്ഡപതിയുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം അദ്ദേഹത്തിന്റെ മന്ത്രി എന്ന പോലെ സഹായത്തിനുണ്ട്. ഉഗ്രസേനാൽ ദിഗ്വിജയത്തിന് നിയുക്തനായ പ്രദ്യുമ്നൻ സേനയോടുകൂടി ഇവിടെ എത്തിയിരിക്കുന്നു. മഹാരഥനും വില്ലാളി വീരനുമായ അദ്ദേഹത്തെ ചെന്ന് കണ്ട് കപ്പം കൊടുക്കുക, അതേ രക്ഷയുള്ളൂ. ഉദ്ധവവാക്യം കേട്ട് കോപം എന്നൊക്കെ ഈയിടെ നീ ആരിത് പറയുന്നു? ഒരു യുദ്ധമില്ലാതെ വെറുതെ കപ്പം കൊടുക്കാൻ ഞാൻ തയ്യാറല്ല കേട്ടോ. നോക്കാലോ നമുക്ക്. യാദവരായ നിങ്ങൾ അല്പകാലം കൊണ്ട് നേടിയെടുത്ത അഭിവൃദ്ധിയാൽ ഗർഭിതരായി തീർന്നിരിക്കുന്നു. ഉദ്ധവൻ മടങ്ങി പ്രദ്യുമ്നന്റെ സമീപത്ത് വന്ന് സംഗതികൾ നടന്ന മാതിരി അദ്ദേഹത്തെ കേൾപ്പിച്ചു. ഗയൻ പറഞ്ഞ നിന്ദാവാക്യങ്ങളുടെ രോഷാകുലനായ രുക്മിണീസുതൻ ഗിരിദുർഗത്തെ ആക്രമിച്ചു. ഗയന്റെ സൈന്യങ്ങളും പ്രദ്യുമ്നന്റെ സൈന്യങ്ങളും ഏറ്റുമുട്ടി ഭയങ്കരമായ യുദ്ധം തുടങ്ങി. ഗയന്റെ സൈന്യങ്ങൾ 2 അക്ഷൗഹിണി ഉണ്ടായിരുന്നു. രഥികളോടും ആനകൾ ആനകളോടും അശ്വാരൂഢരോടും പതാതി കാലാൾപ്പടയോടും ഏറ്റുമുട്ടി. ആനകൾ ചവിട്ടി ഭടന്മാരെ നഗരവാസികൾ ചതഞ്ഞരിഞ്ഞു.
മൂർച്ചേറിയ ബാണങ്ങൾ, നിശിതങ്ങളായ ഖഡ്ഗങ്ങൾ, ഗദ, കുന്തം, കയറ്, പരശു, പടസം, ശക്തി, പീരങ്കി മുതലായ ആയുധങ്ങൾ രണ്ടു വശത്തു നിന്ന് അന്യോന്യം പ്രയോഗിച്ചു. ഭയചകിതരായ ഗയസൈന്യം പടക്കളം വെടിഞ്ഞ് ചിന്നിച്ചിതറി നാലുപാടും ഓടിപ്പോയി. ഓടിപ്പോകുന്നതിന്റെ സൈന്യത്തെ കണ്ട് ഗേൻ ഒറ്റക്ക് സിംഹനാദം ചെയ്തുകൊണ്ട് രണാങ്കണത്തിലെത്തി. ശ്രീകൃഷ്ണപുത്രനായ ദീപ്തിമാൻ ബാണങ്ങളാൽ കുതിരകളെയും സാരഥിയെയും കൊന്ന് രഥധ്വജം ഛേദിച്ചു കളഞ്ഞു. രഥത്തിന്റെ കൊടി മുറിച്ചു എന്നർത്ഥം. മനസ്സിലാവുണ്ടല്ലോ. ഗേനെന്ത് ചെയ്തു? മറ്റൊരു വില്ലെടുത്ത് ബാണവർഷം ചെയ്ത് ദീപ്തിമാനെ കുഴക്കി. മേഘം പോലെ ഗർജിച്ചു. ഗയപ്രഹരത്താൽ അല്പം വ്യാകുല മനസ്കനായ ദീപ്തിമാൻ ശക്തിയേറിയൊരു വേലെടുത്ത് ചുഴറ്റിക്കൊണ്ട് ഗേനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. അത് ഗേന്റെ മാറി പിളർന്ന് രക്തം കുടിച്ചു. രണാങ്കണത്തിൽ മോഹാലസ്യപ്പെട്ടു വീണ ഗേനെ ചാപാഗ്രം കൊണ്ട് തോണ്ടിയെടുത്ത് ഗരുഡൻ പാമ്പിനെ എന്ന പോലെ പ്രദ്യുമ്നന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. എന്താണൊക്കെ നോക്കിക്കൊയ്ക്കാം. ഇതാണോ? ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ഗേൻ മോഹാലസ്യത്തിൽ നിന്നുണർന്ന് പ്രദ്യുമ്നോട് ക്ഷമാപണം ചെയ്തു. ചത്തില്ല. ഗജവാസികളും രഥങ്ങളും രത്നങ്ങളും ഗജങ്ങളും വാജികളും അത് ആനകളെയും കുതിരകളെയും രഥങ്ങളെയും രത്നങ്ങളും സ്വർണവും ഒക്കെ കൊണ്ടുവന്ന് പ്രദ്യുമ്നൻ പാദത്തിൽ വെച്ച് നമസ്കരിച്ചു. അപ്പം ഗേനെയും ജയിച്ച് കപ്പം വാങ്ങിയതിന് ശേഷം പിന്നീട് പ്രദ്യുമ്നൻ പോയി നേരെ അവന്തി ദേശത്തേക്കാണ്. പ്രദ്യുമ്നൻ വന്നതറിഞ്ഞ് അവന്തീശ്വരനായ ജയസേന വൃദ്ധന്മാരെ എല്ലാം കൂട്ടി വന്ന് കാഴ്ചകൾ അർപ്പിച്ചു. നേരത്തെ കാലത്തെ യുദ്ധം ചെയ്യാനൊന്നും അവർക്ക് കഴിയില്ല. പ്രദ്യുമ്നനെ രാജാവ് വേണ്ടതുപോലെ ആദരിക്കുകയും ചെയ്തു. തന്റെ മുത്തച്ഛന്റെ സഹോദരിയെ രാജാധിദേവിയെ വണങ്ങി അവരുടെ മക്കളായ വിന്ദാനുവിന്ദന്മാരെ ആലിംഗനം ചെയ്തു. മാളവദേശത്തിലെ പ്രജകൾ അദ്ദേഹത്തിന് നാലുപാടും വന്ന് നിന്ന് ആദരം പ്രകടിപ്പിച്ചു. പിന്നീട് ഇങ്ങോട്ട് പോയത് പ്രദ്യുമ്നൻ മാഹിഷ്മതീപുരിയിലേക്ക് പോയി. അവിടെ ഒന്ന് മുട്ടി നോക്കാം. യാദവ സൈന്യം നർമ്മദാ നദിയുടെ തീരത്തണഞ്ഞു. വെള്ളിത്തകിടി പോലെ തിളങ്ങുന്ന തിരമാലകളോടും തീരത്ത് പുഷ്പിച്ചു നിൽക്കുന്ന വൃക്ഷലതാദികളോടും മുളംകൂട്ടങ്ങളാലും സ്വർഗനദി പോലെ പ്രശോഭിക്കുന്ന നർമ്മദയുടെ തീരത്ത് യാദവേശ്വരനായ പ്രദ്യുമ്നൻ തന്റെ ചതുരംഗ സേനയുമൊത്തു തങ്ങി. മാഹിഷ്മതീപതിയായ ഇന്ദ്രസേനൻ പ്രദ്യുമ്നന്റെ സമീപത്തേക്ക് ഒരു ദൂതനെ അയച്ചു. ദൂതൻ ശിബിരത്തിലെത്തി. എന്താ പറയണേ? പ്രദ്യുമ്നനെ വണങ്ങിക്കൊണ്ട് പറയിച്ചു, ഹസ്തിനാപുരനാഥനായ ധൃതരാഷ്ട്രനാൽ വാഴിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ മറ്റാർക്കും കപ്പം കൊടുക്കുകയില്ല. സുയോധന് ഇഷ്ടം പോലെ കപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ബലം പ്രയോഗിച്ച് കപ്പം വാങ്ങാൻ ശ്രമിക്കരുത്. നിങ്ങൾ യുദ്ധം ചെയ്താലും നിങ്ങളുടെ ശ്രമം വിഫലമായി തീരും. ഞാൻ കപ്പം തരുവേയില്ല. ഇത് കേട്ട് പ്രദ്യുമ്നൻ പറഞ്ഞു, ഗേനെപ്പോലെ യുദ്ധത്തിന് മുതിർന്നിട്ടൊരു ഫലവുമില്ലെന്ന് മാഹിഷ്മതീശ്വരനോട് മാഹിഷ്മതിയിലെ രാജാവിനോട് പറയുക. ഉഗ്രസേന രാജാവ് രാജാക്കന്മാരുടെ രാജാവാണെന്ന് അദ്ദേഹം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് താമസിയാതെ കപ്പം തരട്ടെ. പ്രദ്യുമ്നൻ പറഞ്ഞത് അതേപടി തന്നെ ദൂതൻ തന്റെ രാജാവിനോട് പറഞ്ഞു. യദുക്കളുടെ മഹാസൈന്യം കണ്ട മാഹിഷ്മതീശ്വരൻ അനേകം രഥങ്ങൾ, കുതിരകൾ, സ്വർണം മുതലായവ കൊണ്ടുവന്ന് പ്രദ്യുമ്നന്റെ മുമ്പിൽ കാഴ്ചവെച്ചു. ആദ്യം അഹങ്കാരം പറഞ്ഞിനി ബുദ്ധ്യാസുര. അതുപോലെ അതും വാങ്ങിച്ച് പ്രദ്യുമ്നൻ വിജയഭേരി അടിച്ചുകൊണ്ട് നീങ്ങുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്നത്തെ കഥാഭാഗം വെക്കുന്നുള്ളത്. നാളെ എന്താ പറയണ്ടേന്ന് അപ്പൊ ഇന്ന് തമ്പുരാൻ തീരുമാനിക്കും, നമ്മൾ പറയും. ഇന്ന് തമ്പുരാൻ തീരുമാനിക്കും, നമ്മൾ പറയും. അങ്ങനെയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.